ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ച് നീ ഓക്കെ അല്ലേ? എന്നോടൊരു ഇങ്ങനെ പറഞ്ഞ്, അജു ഞാൻ ഇന്നലെ രാത്രി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ച് ഉമ്മാന്ന് വിളിച്ച്. ശരിക്ക് അവിടെ ഒരു ശൂന്യതയാണ് അവനക്ക് ഫീൽ ചെയ്തത്. മറുപടി ഇല്ല. ചില സിറ്റുവേഷനിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പം ഈവൻ ഉമ്മയാവാം, അല്ലെങ്കിൽ ഉപ്പയാവാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടായിട്ടുള്ള ആൾക്കാരാവാം, അവർ നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും നമുക്ക് അവരുടെ വാല്യൂ മനസ്സിലാവുന്നത്. അവരായിട്ട് പിന്നെ സംസാരിക്കാൻ കഴിയില്ല, നമ്മളെ വിട്ടുപോയി. ആ ശൂന്യത ചില ആൾക്കാരെങ്കിലും മനസ്സിലുണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എല്ലാം ചെയ്തു തരുന്ന നമ്മളെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഒരു നിമിഷത്തിൽ ഈ ഭൂമി ലോകത്തില്ല, അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോയി എന്ന് അറിയുന്ന ഒരു നിമിഷം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ കുറേ ചിന്തിച്ച് നോക്കും, കുറേ ആലോചിക്കും, നമുക്ക് എത്ര ആയാലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആ ആളില്ല, ആ വിളി കേൾക്കാൻ ആ ആളില്ല, ഭൂമി ലോകത്തില്ല. ഒരു വേള ഒരു വേള സന്ദേഹിയായി ഈ ഞാനും വേദന താണ്ടുകയാണ് അകലെ അകലെ. മഞ്ഞോറിയ തണ്ണീരും മയത്തണ്ണീരും റബ്ബേ നീ ഉതിരുന്നൊരു വാസനെ വീഴ്കളിറാ. കാത്തു കാത്തു കഥകിൽ തന്നെ പ്രിയമേറും ഇവരിൽ ഞാൻ ദുആകൾ ചൊല്ലി. ചോർന്ന് കൊതികൾ മങ്ങി അറിയൂല കബറിൽ ഞാൻ ഇണ പോകാതെ. മൂടിയിലെ ഹിമകൾ ആരാലോ യാ റബ്ബേ ദേഹം പോണല്ലോ. കാണാലോ മണ്ണ് മറഞ്ഞാലും ഉള്ളാലേ ഉള്ളെൻ്റുള്ളാലേ. താരങ്ങൾ പൊഴിയുന്ന രാവുകളിൽ ജപമാല ഞാൻ എന്നീ അഴലുകളെ പകലുകളാക്കി. ആളുന്ന പുകിലുകൾ സ്നേഹക്കനി വിടരാ നീളുന്ന ദിക്റുകളിൽ യാചകിയായി. കാത്തു കാത്തു കഥകിൽ തന്നെ പ്രിയമേറും നിമരിൽ ഞാൻ ദുആകൾ ചൊല്ലി. ചോർന്ന് ചോർന്ന് കൊതികൾ മങ്ങി കഴിയൂല കബറിൽ ഞാൻ പോകാതെ. Thank you so much.